കൂട്ടുകാരെ, ഞാൻ ഫിദൽ നിഹാൽ 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഈ വർഷം LSS പരീക്ഷയുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. നമുക്ക് ഒരുമിച്ച് പഠിച്ചാലോ? എന്താണ് LSS? ക്ലാസ്സിലെ കുട്ടികളുടെ പഠന നേട്ടങ്ങൾ അവതരിപ്പിക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന പരീക്ഷയാണ് LSS. ലോവർ സെക്കൻഡറി സ്കൂൾ സ്കോളർഷിപ്പ് എക്സാമിനേഷൻ എന്നതാണ് LSSന്റെ ഫുൾ ഫോം. 4ാം ക്ലാസ്സിലെ കുട്ടികളെ ഉദ്ദേശിച്ചാണ് ഇത് നടത്തുന്നത്. ഭാഷ, പരിസര പഠനം, ഗണിതം, പൊതുവിജ്ഞാനം എന്നിവയാണ് പരീക്ഷയിൽ ഉണ്ടാവുക. 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയുള്ള പാഠങ്ങളുടെ വിവരങ്ങൾക്കപ്പുറം പൊതുവിജ്ഞാനത്തെ കുറിച്ചും നമ്മൾ അറിഞ്ഞിരിക്കണം. 2 തരം ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ഒറ്റവാക്കിൽ എഴുതേണ്ടതും വിശദമായി എഴുതേണ്ടതും. പരീക്ഷാ ഘടന: 2 പേപ്പറുകളാണ് പരീക്ഷയ്ക്ക് ഉണ്ടാവുക. ഓരോന്നിലും 1.5 മണിക്കൂർ സമയം ലഭിക്കും. പേപ്പർ 1: 3 പാർട്ടുകളാണ് പേപ്പർ 1-ൽ ഉണ്ടാവുക. പാർട്ട് എ, 1ാം ഭാഷ, നമുക്ക് മലയാളമാണ്. 20 മാർക്കിനാണ് പാർട്ട് എയിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാവുക. പത്രവാർത്ത, സംഭാഷണം, അറിയിപ്പ്, കത്ത്, നോട്ടീസ്, നിവേദനം, വിവരണം, ആത്മകഥ, ഡയറിക്കുറിപ്പ്, കഥ, കവിത, യാത്രാവിവരണം, വർണ്ണന, ജീവചരിത്രക്കുറിപ്പ്, സംഗ്രഹം. ഇവയിൽ ഏതെങ്കിലും തയ്യാറാക്കാൻ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. വിശദമായി ഉത്തരം എഴുതേണ്ട 2 ചോദ്യങ്ങൾക്ക് 5 മാർക്ക് വീതം. ഒറ്റവാക്കിൽ എഴുതേണ്ട 10 ചോദ്യങ്ങൾക്ക് 1 മാർക്ക് വീതം. അങ്ങനെ പാർട്ട് എക്ക് 20 മാർക്ക്. പാർട്ട് ബി ഇംഗ്ലീഷ് ആണ്. 5 സ്കോർ വീതമുള്ള 2 ചോദ്യങ്ങൾ ഉണ്ടാകും. ഇതിൽ ഉപചോദ്യങ്ങളും ഉണ്ടാകാറുണ്ട്. പാർട്ട് സി പൊതുവിജ്ഞാനം അഥവാ ജനറൽ നോളജ്. 1 മാർക്ക് വീതം. ഒറ്റവാക്കിൽ എഴുതേണ്ട 10 ചോദ്യങ്ങൾ. അങ്ങനെ നോക്കുമ്പോൾ പേപ്പർ 1ന്റെ മാർക്ക് 40. സമയം 1.5 മണിക്കൂർ. ഇനി പേപ്പർ 2. പേപ്പർ 2-ന് 2 പാർട്ടാണ് ഉള്ളത്. പാർട്ട് എ പരിസര പഠനം. വിശദമായി ഉത്തരം എഴുതേണ്ട 2 ചോദ്യം 5 മാർക്ക് വീതം. ഒറ്റ വാക്കിൽ എഴുതേണ്ട 10 ചോദ്യം 1 മാർക്ക് വീതം. പരിസര പഠനത്തിന് ആകെ 20 മാർക്ക്. പാർട്ട് ബി ഗണിതം. വിശദമായി ഉത്തരം എഴുതേണ്ട 2 ചോദ്യം 5 മാർക്ക് വീതം. ഒറ്റവാക്കിൽ ഉത്തരം എഴുതേണ്ട 10 ചോദ്യം 1 മാർക്ക് വീതം. പേപ്പർ 2 ആകെ മാർക്ക് 40. സമയം 1.5 മണിക്കൂർ. 2 പേപ്പറിനും കൂടി 60% അതിൽ കൂടുതലോ ലഭിച്ചാൽ സ്കോളർഷിപ്പ് നേടാം. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ തുടങ്ങുകയല്ലേ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.